പുതിയ രജിസ്ട്രാർ ഇൻചാർജിനെ നിയമിച്ചതിന് പിന്നാലെ ഡോക്ടർ കെ എസ് അനിൽകുമാർ അവധിയിൽ പ്രവേശിച്ചു. എന്നാൽ അവധി അപേക്ഷ വൈസ് ചാൻസലർ അംഗീകരിച്ചില്ല. സസ്പെൻഷനിലുള്ളയാൾക്ക് എന്തിനാണ് അവധിയെന്നാണ് വിസിയുടെ ചോദ്യം. രജിസ്ട്രാർ ഇൻചാർജ് രശ്മി ചുമതല ഏറ്റെടുക്കുന്നതിന്റെ ചിത്രങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം ചേരുകയാണ്. വീണ്ടും ഗോപാൽ ഷീല സനൽ, ഈ മാസം 20 വരെ ഓണക്കാലത്ത് അവധി ചോദിച്ചു രജിസ്ട്രാർ ആയിരുന്ന കെ എസ് അനിൽകുമാർ. എന്നാൽ അവധിയില്ല. സസ്പെൻഷനിലുള്ളപ്പോൾ എന്തിനാണ് അവധി? മൊത്തത്തിൽ അവധിയല്ലേ എന്ന മറുചോദ്യമാണോ വിസി ഇപ്പോൾ ഉയർത്തുന്നത്? അതെ സുജിയ, ഈ വിഷയത്തിൽ വീണ്ടും കാര്യങ്ങൾ കുഴഞ്ഞു മറിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ കെ എസ് അനിൽകുമാറിന്റെ അവധിയും ഇന്നലത്തെ രജിസ്ട്രാർ ഇൻചാർജിന്റെ ചുമതലയേൽക്കലും തമ്മിലുള്ള ബന്ധമാണ് ചർച്ചയാകുന്നത്. നേരത്തെ മിനി കാപ്പന് ചുമതല നൽകിയപ്പോൾ രജിസ്ട്രാർ സ്വന്തം ക്യാബിൻ വിട്ടു നൽകാനോ അല്ലെങ്കിൽ അവധിയിൽ പ്രവേശിക്കാനോ തയ്യാറായിരുന്നില്ല. ശമ്പളം ലഭിക്കാതിരുന്നപ്പോഴും അതിനോടൊപ്പം തന്നെ ചുമതലകൾ തന്റെ കൈവശത്ത് നിന്ന് നീക്കിയപ്പോഴും എല്ലാം തന്നെ ഡോക്ടർ കെ എസ് അനിൽകുമാർ കൃത്യമായി തന്നെ എല്ലാ ദിവസവും സർവകലാശാലയിൽ എത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം മുറിയിൽ ഇരിക്കുമായിരുന്നു. ഇന്നലെ വരെയും അത് അങ്ങനെ തന്നെയാണ് പോയത്. ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം ചേരുകയും മിനി കാപ്പനെ അവിടെ നിന്ന് സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം രശ്മി ആറിന് ചുമതല നൽകിയതിന് പിന്നാലെ തന്നെയാണ് ഡോക്ടർ കെ എസ് അനിൽകുമാർ അവധി അപേക്ഷയുമായി വൈസ് ചാൻസലറെ സമീപിച്ചത്. ഈ മാസം 20-ാം തീയതി വരെ തനിക്ക് അവധി വേണമെന്നും വ്യക്തിപരമായ കാരണങ്ങളാലാണ് അവധി ആവശ്യപ്പെടുന്നത് എന്നതുമായിരുന്നു അവധി അപേക്ഷയിൽ അനിൽകുമാർ ഉൾക്കൊള്ളിച്ചിരുന്ന വിവരം. എന്നാൽ ആ അവധി അപേക്ഷയെ വീണ്ടും നേരത്തെ ഒരിക്കൽ അപേക്ഷ നൽകിയപ്പോഴും സമാനമായ ചോദ്യം വൈസ് ചാൻസലർ ചോദിച്ചിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴും ചോദിക്കുന്നു, സസ്പെൻഷനിലുള്ള ഒരാൾക്ക് ഞാൻ എന്തിനാണ് അവധി നൽകേണ്ടത്? സസ്പെൻഷനിലുള്ള ആൾ അവധി അപേക്ഷ നൽകേണ്ടതേ ഇല്ല എന്ന പരിഹാസമാണ് മറുവശത്ത് വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇത് കൃത്യമായ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത ഒരു നീക്കമാണ് എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ഒരു കാരണവശാലും സർവകലാശാലയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തയ്യാറാകാതിരുന്ന അനിൽകുമാർ ഇപ്പോൾ സിൻഡിക്കേറ്റ് ഇടപെടൽ പ്രകാരം പുതിയ രജിസ്ട്രാർ ചുമതലയേറ്റതിന് പിന്നാലെ അവധിയിലേക്ക് പോവുകയാണ്. ഇന്നലെ നേരത്തെ ഇന്നലെ രശ്മി ആർ ചുമതലയേറ്റതും അനിൽകുമാറിന്റെ ഓഫീസ് മുറിയിലായിരുന്നു. മിനി കാപ്പനെ ചുമതലയേൽക്കാൻ അനുവദിക്കാതിരുന്ന ആ മുറി ഇന്നലെ അനിൽകുമാർ വിട്ടുകൊടുത്തു. നമ്മൾ ചിത്രങ്ങളിൽ കാണുന്ന ആ മുറി അനിൽകുമാറിന്റെ ഔദ്യോഗിക രജിസ്ട്രാർ ചുമതല വഹിക്കുന്ന മുറിയാണ്. ആ മുറിയിലായിരിക്കും ഇനി കോടതി വിധിയിലൊരു തീരുമാനമാകും വരെ അനിൽകുമാർ തിരിച്ചു വരും വരെ നിലവിലെ രജിസ്ട്രാർ തുടരുക. നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് വീണ്ടും എത്താം അടുത്ത ഘട്ടത്തിൽ.